യഥാർത്ഥ പോരാളി ആരാണ്? സ്ട്രീറ്റ് ഫൈറ്റിൽ ജയിക്കാൻ ആരും പറഞ്ഞു തരാത്ത രഹസ്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സിനിമ കഴിഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം മടങ്ങുമ്പോഴോ, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് രാത്രി വൈകി വിജനമായ ഒരു വഴിയിലൂടെ നടന്നുപോകുമ്പോഴോ പെട്ടെന്നൊരാൾ വന്ന് നിങ്ങളുടെ വഴി തടയുന്നു. അയാൾ അനാവശ്യമായി നിങ്ങളെ പ്രകോപിപ്പിക്കുന്നു, മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഉള്ളിൽ വലിയൊരു ഭയം തോന്നുന്നുണ്ടാകാം. ഈ ഒരു നിമിഷം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? പല പുരുഷന്മാരും ഇത്തരം സാഹചര്യങ്ങളിൽ ഒന്നുകിൽ ഭയന്ന് വിറയ്ക്കും, അല്ലെങ്കിൽ സിനിമയിലെ നായകനെപ്പോലെ പെരുമാറി അനാവശ്യമായ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. എന്നാൽ സ്ട്രീറ്റ് ഫൈറ്റ് എന്നത് ഒരു സിനിമയല്ല, അത് പച്ചയായ ജീവിതമാണ്. തെരുവിൽ ഒരിക്കലും ഒരു ഫൈറ്റും ഫെയർ ആയിരിക്കില്ല. അവിടെ നിയമങ്ങളില്ല, റഫറിയില്ല, ഒരുപക്ഷെ മാന്യതയുമില്ല. അവിടെ ചതിയുണ്ടാകും. ഒന്നിലധികം പേർ നിങ്ങളെ വളഞ്ഞേക്കാം, ഒളിപ്പിച്ചുവെച്ച ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടേക്കാം. പലരും വിചാരിക്കുന്നത് സ്ട്രീറ്റ് ഫൈറ്റ് ജയിക്കുക എന്നാൽ എതിരാളിയെ അടിച്ചു വീഴ്ത്തി ഹീറോ ആകുക എന്നാണെന്നാണ്. എന്നാൽ സത്യമതല്ല. യഥാർത്ഥ വിജയമെന്നത് ഒരു പരിക്കുമേൽക്കാതെ, നിയമക്കുരുക്കുകളിൽ പെടാതെ അവിടെ നിന്ന് സുരക്ഷിതമായി പുറത്തു കടക്കുക എന്നതാണ്. ഒരു ചെറിയ പിഴവ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരുപക്ഷെ അത് നിങ്ങളെ ഒരു പോലീസ് കേസിൽ കുടുക്കിയേക്കാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന മാരകമായ ശാരീരിക പരിക്കുകളിലേക്ക് നയിക്കാം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് വെറും അടിയുണ്ടാക്കാനുള്ള ടിപ്സ് അല്ല, മറിച്ച് അതീവ അപകടകരമായ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള ഒരു കംപ്ലീറ്റ് സർവൈവർ ഗൈഡാണ്. ഈ അറിവ് നിങ്ങളെ ഒരു സാധാരണക്കാരനിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. ഈ ലോകത്ത് വെറും കഴുത്തരേക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നത് ബുദ്ധിമാന്മാരായ പോരാളികളാണ്. ആ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിന്റെ ആരും പറഞ്ഞു തരാത്ത നിയമങ്ങളിലേക്ക് കടക്കാം. ഈ നിയമങ്ങളിലേക്ക് ആഴത്തിൽ കടക്കുന്നതിനു മുൻപ് നിങ്ങളെ ശാരീരികമായും മാനസികമായും കരുത്തനാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ അവസരത്തെക്കുറിച്ച് പറയട്ടെ. സ്ട്രീറ്റ് ഫൈറ്റിലായാലും ജീവിതത്തിലായാലും സ്വന്തം ശരീരത്തിന്മേൽ നിയന്ത്രണമുള്ളവർക്കേ ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടുതന്നെ ഞാൻ തയ്യാറാക്കിയ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന പ്രീമിയം വീഡിയോ കോഴ്സിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. ജിമ്മിൽ പോകാതെ തന്നെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് എങ്ങനെ ഒരു അത്ലറ്റിക് ബോഡി സ്വന്തമാക്കാമെന്നും കരുത്തു വർദ്ധിപ്പിക്കാമെന്നും ഈ ഗൈഡ് നിങ്ങളെ പഠിപ്പിക്കും. സാധാരണഗതിയിൽ ഈ പ്രീമിയം കോഴ്സിന്റെ വില 3999 രൂപയാണ്. എന്നാൽ നമ്മുടെ ചാനലിലെ സജീവമായ മെമ്പർഷിപ്പ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാനൊരു വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഏതൊരാൾക്കും ഈ 4000 രൂപയോളം വില വരുന്ന കോഴ്സ് തികച്ചും സൗജന്യമായി ലഭിക്കും. നിങ്ങൾ ഏത് ലെവലിലുള്ള മെമ്പർഷിപ്പ് എടുത്താലും ഈ ബെനിഫിറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മുടെ ചാനലിൽ ഇതിനോടകം തന്നെ 300-ലധികം മെമ്പേഴ്സ് ജോയിൻ ചെയ്തു കഴിഞ്ഞു. അവരോടൊപ്പം ചേരാനും ഈ എക്സ്ക്ലൂസീവ് ഓഫർ സ്വന്തമാക്കാനും താഴെയുള്ള ജോയിൻ ബട്ടൺ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുക. വെറും 89 രൂപയ്ക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഫിറ്റ്നസ് ജേർണിക്ക് ഇന്ന് തന്നെ തുടക്കമിടൂ. റൂൾ 1: പോരാട്ടം ഒഴിവാക്കുക. ദി ആർട്ട് ഓഫ് ഡീഎസ്കലേഷൻ. ഏറ്റവും വലിയ പോരാളി ആരാണെന്ന് ചോദിച്ചാൽ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ശത്രുവിനെ പിന്തിരിപ്പിക്കുന്നവനാണ് എന്നാണ് ഉത്തരം. സ്ട്രീറ്റ് ഫൈറ്റിലെ ഏറ്റവും വലിയ റിസ്ക് തോൽക്കും എന്നതല്ല, മറിച്ച് അതിനുശേഷമുള്ള പ്രത്യാഘാതങ്ങളാണ്. ഈഗോ മാറ്റിവെക്കുക. എതിരാളി നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ തിരിച്ചാക്രോശിക്കുന്നത് നിങ്ങളുടെ പക്വതയില്ലായ്മയാണ്. ഭായ്, എനിക്ക് പ്രശ്നത്തിനൊന്നും താൽപ്പര്യമില്ല, അറിയാതെ പറ്റിയതാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത് നിങ്ങളെ സുരക്ഷിതനാക്കും. പലപ്പോഴും ഒരു സോറി കൊണ്ട് അവസാനിക്കേണ്ട കാര്യങ്ങൾ വലിയ അടികളിലേക്ക് മാറുന്നത് ഈഗോ കാരണമാണ്. അസസ്മെന്റ്. എതിരാളിയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. അയാൾ വെറുതെ ബഹളം വിളിക്കുകയാണോ, അതോ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണോ? അയാളുടെ കയ്യിലോ പോക്കറ്റിലോ ആയുധങ്ങളുണ്ടോ എന്ന് 2 സെക്കൻഡിനുള്ളിൽ സ്കാൻ ചെയ്യുക. വാക്കുകൾ ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ ശബ്ദം അമിതമായി ഉയർത്തരുത്. ശാന്തമായും എന്നാൽ ഉറച്ച ശബ്ദത്തിലും സംസാരിക്കുന്നത് എതിരാളിയുടെ ആക്രമണോത്സാഹത കുറയ്ക്കാൻ സഹായിക്കും. റൂൾ 2: അകലവും സ്ഥാനവും. ഡിസ്റ്റൻസ് ആൻഡ് പൊസിഷനിങ്. തെരുവിൽ നിങ്ങൾ നിൽക്കുന്ന രീതിയാണ് നിങ്ങളുടെ സുരക്ഷ. മിക്കവരും ചെയ്യുന്ന തെറ്റ് എതിരാളിയുടെ അരികിൽ ചേർന്ന് നിൽക്കുകയാണ്. ദ 1 ആം റൂൾ. എപ്പോഴും എതിരാളിയുടെ കൈയെത്തുന്ന ദൂരത്തിന് പുറത്തു നിൽക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്രമിച്ചാൽ ഒഴിഞ്ഞുമാറാൻ ആവശ്യമായ സമയം, റിയാക്ഷൻ ടൈം നൽകും. ദ 45 ഡിഗ്രി ആംഗിൾ. ഒരിക്കലും എതിരാളിയുടെ നേർ മുന്നിൽ നിൽക്കരുത്. അല്പം വശത്തേക്ക് മാറി നിൽക്കുന്നത് നിങ്ങളുടെ വൈറ്റൽ ഓർഗൻസിനെ നേരിട്ടുള്ള അറ്റാക്കിൽ നിന്ന് സംരക്ഷിക്കും. ചുറ്റും ശ്രദ്ധിക്കുക.
നിങ്ങളൊരു ഭിത്തിയുടെ അരികിലോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാത്ത ഇടത്തോ ആണോ നിൽക്കുന്നത് എന്ന് പരിശോധിക്കുക. എപ്പോഴും ഒരു എക്സിറ്റ് വഴി തുറന്നിടുക. റൂൾ 3. സിറ്റുവേഷണൽ അവെയർനെസ്. അപകടം വന്നതിന് ശേഷം പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് അപകടം വരുന്നത് മുൻകൂട്ടി കാണുന്നതാണ്. 4 പാടും കണ്ണുണ്ടാവുക. നിങ്ങൾ നടന്നുപോകുമ്പോൾ വഴിയിൽ സംശയാസ്പദമായ ഗ്രൂപ്പുകളെ കണ്ടാൽ വഴി മാറി നടക്കുക. മൊബൈലിൽ നോക്കി നടക്കുന്നത് സ്ട്രീറ്റിൽ നിങ്ങളെ എളുപ്പമുള്ള ഇരയാക്കി മാറ്റും. പരിസരം നിരീക്ഷിക്കുക. ചുറ്റുമുള്ള എക്സിറ്റ് പോയിന്റുകൾ, CCTV ക്യാമറകളുള്ള ഇടങ്ങൾ അല്ലെങ്കിൽ ആളുകളുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് എപ്പോഴും മനസ്സിലൊരു മാപ്പ് ഉണ്ടാക്കുക. റൂൾ 4. കൈകളുടെ മനഃശാസ്ത്രപരമായ ഉപയോഗം. പാസീവ് ഗാർഡ്. നിങ്ങളുടെ കൈകൾ എപ്പോഴും പ്രതിരോധത്തിന് തയ്യാറായിരിക്കണം. എന്നാൽ അത് മുഷ്ടി ചുരുട്ടി ഫൈറ്റിന് റെഡിയാണെന്ന് കാണിക്കരുത്. പാസീവ് സ്റ്റാൻസ്. കൈപ്പത്തികൾ തുറന്ന് മുന്നിൽ വയ്ക്കുക. ഓപ്പൺ പാംസ്. ഇത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ സമാധാനത്തിന് ശ്രമിക്കുകയാണെന്ന് തോന്നിപ്പിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഏത് അറ്റാക്കിനെയും തടയാൻ തയ്യാറായി നിൽക്കുകയാണ്. ദ പുഷ്. എതിരാളി അമിതമായി അടുത്തേക്ക് വരികയാണെങ്കിൽ കൈപ്പത്തിയുടെ അടിഭാഗം കൊണ്ട് നെഞ്ചിൽ ശക്തമായി തള്ളി ദൂരമുണ്ടാക്കുക. ഇതയാളെ ഓഫ് ബാലൻസ് ആക്കുകയും നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാൻ സമയം നൽകുകയും ചെയ്യും. റൂൾ 5. ഫുട്വർക്കും ചലനങ്ങളും. എജിലിറ്റി ഓവർ സ്ട്രെങ്ത്. ശക്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം വേഗതയ്ക്കാണ്. തറയിൽ ഒട്ടി നിൽക്കാതെ കാലുകൾക്ക് ചലനക്ഷമത നൽകുക. ഭാരം ക്രമീകരിക്കുക. കാലിന്റെ മുൻഭാഗത്ത് ടോസിൽ ഭാരം നൽകി നിൽക്കുന്നത് പെട്ടെന്ന് മൂവ് ചെയ്യാൻ സഹായിക്കും. വലിയ ചുവടുകൾ നിങ്ങളുടെ ബാലൻസ് തെറ്റിച്ചേക്കാം. അതുകൊണ്ട് ചെറിയ സ്റ്റെപ്പുകൾ വയ്ക്കുക. വളയാൻ അനുവദിക്കരുത്. നിങ്ങളെ വളയാൻ ആരെയും അനുവദിക്കരുത്. എപ്പോഴും സ്പേസ് കണ്ടെത്തുക. എതിരാളിയെ ചുറ്റി മൂവ് ചെയ്യുന്നത് അവർക്ക് നിങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് ബുദ്ധിമുട്ടാക്കും. റൂൾ 6. ഫലപ്രദമായ ആക്രമണം. ടാർഗറ്റ് വീക്ക് സ്പോട്സ്. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ മാത്രം ആക്രമിക്കുക. ഇവിടെ മാന്യതയല്ല, അതിജീവനമാണ് പ്രധാനം. സോഫ്റ്റ് ടാർഗറ്റ്സ്. കണ്ണ്, മൂക്ക്, താടിയെല്ല്, ഗ്രോയിൻ എന്നിവയാണ് പ്രധാന ടാർഗറ്റുകൾ. പാം സ്ട്രൈക്ക്. പഞ്ചിനേക്കാൾ സുരക്ഷിതവും ഫലപ്രദവുമാണ് പാം ഹീൽ സ്ട്രൈക്കുകൾ. കാരണം പഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരലുകൾ ഒടിയാൻ സാധ്യതയുണ്ട്. ഒരു പാം ഹീൽ സ്ട്രൈക്ക് മൂക്കിന് നൽകിയാൽ എതിരാളി നിമിഷനേരം കൊണ്ട് നിഷ്ക്രിയനാകും. എസ്കേപ്പ് ഈസ് ദ ഗോൾ. അടിച്ചതിനു ശേഷം അവിടെ വീണ്ടും അടിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം അയാളെ തോൽപ്പിക്കുക എന്നതല്ല, രക്ഷപ്പെടുക എന്നതാണ്. റൂൾ 7. ആഫ്റ്റർമാത്ത്. ഫൈറ്റിന് ശേഷം ദ റിക്കവറി ഫേസ്. ഫൈറ്റ് അവസാനിച്ചാൽ ഉടൻ തന്നെ അവിടെ നിന്ന് മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. സുരക്ഷിതനാവുക. നിങ്ങൾ ജയിച്ചു എന്ന് കരുതി അവിടെ നായകനായി നിൽക്കരുത്. എതിരാളിയുടെ സുഹൃത്തുക്കൾ വരാം. ഉടൻ തന്നെ ജനത്തിരക്കുള്ള സ്ഥലത്തേക്ക് മാറുക. നിയമപരമായ സംരക്ഷണം. പലിക്കുകളുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക. ഡോക്ടറെ കണ്ട് മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങുക. സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കുക. ആവശ്യമെങ്കിൽ പോലീസിനെ വിവരമറിയിക്കുക. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. കരുത്തല്ല, വിവേകമാണ് പ്രധാനം. മൈൻഡ് സെറ്റ്. സുഹൃത്തുക്കളെ, അവസാനമായി എനിക്ക് പറയാനുള്ളത്, പുറമേ കാണുന്ന മസിൽ കരുത്തല്ല ഒരു സ്ട്രീറ്റ് ഫൈറ്റിൽ നിങ്ങളെ രക്ഷിക്കുന്നത്. ശാന്തമായി ചിന്തിക്കാനുള്ള നിങ്ങളുടെ കഴിവും സാഹചര്യങ്ങൾ വിലയിരുത്താനുള്ള വേഗതയുമാണ് നിങ്ങളുടെ യഥാർത്ഥ ആയുധങ്ങൾ. ഒരു പോരാളിയുടെ യഥാർത്ഥ വിജയം അവന്റെ കൈകളിലല്ല, മറിച്ച് അവന്റെ തീരുമാനങ്ങളിലാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ഭീരുത്വമാണെന്ന് കരുതുന്നവരോട് സഹതപിക്കുക. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവന്റെയും കരിയറിന്റെയും വിലയെന്താണെന്ന്. കരുത്തനായൊരു മനുഷ്യനെന്നാൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നവനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നവനാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നത് വലിയൊരു ഗുണമാണ്. എപ്പോഴും വിവേകത്തോടെ പ്രവർത്തിക്കുക. എത്തിക്കൽ ഡിസ്ക്ലെയിമർ. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും സ്വയം പ്രതിരോധത്തിന്, സെൽഫ് ഡിഫൻസിന് മാത്രമുള്ളതാണ്. അനാവശ്യമായി ആരെയും ഉപദ്രവിക്കാനോ നിയമം കയ്യിലെടുക്കാനോ ഇതുപയോഗിക്കരുത്. അക്രമം എപ്പോഴും അവസാനത്തെ വഴി മാത്രമായിരിക്കണം. അനാവശ്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഈ അറിവ് നിങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നമ്മുടെ ഉള്ളിലെ ദേഷ്യത്തോടും ഈഗോയോടുമാണ്. അത് ജയിക്കുന്നവൻ ഏത് തെരുവിലെ പോരാട്ടത്തിലും വിജയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ നേരിട്ടത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവം ഒരുപക്ഷെ മറ്റൊരാൾക്ക് വലിയൊരു പാഠമായേക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ്, സൈക്കോളജി, ലൈഫ് ഹാക്സ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കണ്ട, നമ്മുടെ ഗൈഡ് എന്ന പ്രീമിയം വീഡിയോ കോഴ്സിനെ കുറിച്ച് 89 രൂപയുടെ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. 3999 രൂപയുടെ ഈ പ്രീമിയം കോഴ്സ് നേടാനും നമ്മുടെ 300-ലധികം വരുന്ന മെമ്പേഴ്സിന്റെ കരുത്തുറ്റ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാനും താഴെയുള്ള ജോയിൻ ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. വെറും 89 രൂപയ്ക്ക് 4000 രൂപയുടെ അറിവ് നേടാനുള്ള ഈ സുവർണ അവസരം മറ്റുള്ളവർക്ക് മുൻപേ സ്വന്തമാക്കൂ. ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും മുന്നോട്ടു പോകുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ സ്ട്രോങ്.